Good morning, students. അടുത്ത പ്രോബ്ലം ഇതാണ്. If x is equal to root of 10 raised to cos inverse theta and y is equal to root of 10 sin inverse theta, then dy by dx is equal to 5 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ റിസൾട്ട് ഓർമ്മിക്കുക. ഏതാണത്? cos inverse theta plus sin inverse theta is equal to 5. ഈ ഫോർമുല ഓർത്തിരുന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് x is equal to root of 10 raised to cos inverse theta, y is equal to root of 10 raised to sin inverse theta നെ നമ്മൾ x into y is equal to root of 10 raised to cos inverse theta into root of 10 raised to sin inverse theta. ഇത് നമുക്ക് ഒരുമിച്ച് എഴുതുമ്പോൾ എന്ത് വരും? 10 raised to cos inverse theta plus sin inverse theta. രണ്ടോട് ഒരുമിച്ച്. This is equal to നമുക്ക് എന്ത് എഴുതാം? This is equal to root of 10 raised to 5/8. അപ്പൊ x y എന്ന് പറയുന്നത് എന്താണ്? ഒരു root of 10 raised to 5/8 ഇത് കോൺസ്റ്റന്റ് ആയിട്ട് മാറി. ഇനി നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x into dy by dx plus y to 1 is equal to 0. കോൺസ്റ്റന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 വരും. അപ്പോൾ നമുക്ക് x into dy by dx is equal to minus y എന്ന് വരും. അപ്പോൾ dy by dx സമം minus y by x. ഈ ഒരു ആൻസർ ഉണ്ടോ എന്നൊക്കെ ഇതില് minus 5x. ഓപ്ഷൻ E is the correct answer. അപ്പൊ ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഫോർമുല ഓർത്തിരുന്നാൽ മതി. ഫോർമുല ഏതാണ്? cos inverse theta minus sin inverse theta is equal to 5/8. ഇത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലെ ഒരു ഫോർമുലയാണ്. ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഗുണിക്കുന്നു x y. റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എന്ത് എഴുതുന്നു? root of 10 raised to cos inverse theta plus sin inverse theta. ഇത് നമുക്ക് എന്ത് എഴുതാം? 5/8 എഴുതാം അല്ലേ? x raised to m into x raised to എന്ന് പറഞ്ഞാൽ x raised to m plus n. ആ ഒരു ലോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ എഴുതുന്നത്. അപ്പൊ ഈ cos inverse theta minus sin inverse theta 5/8 എഴുതി കഴിയുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് മൊത്തം കോൺസ്റ്റന്റ് ആയി. ഇത് സാധാരണ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy by dx is equal to minus 5x. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If y is equal to e raised to 3 log 2x plus 1, then dy by dx option like 6 e raised to 3 log 2x plus 1, b 6 e raised to 3 log 2x plus 1 by 2x plus 1, c e raised to 3 log 2x plus 1 by 2x plus 1, e raised to 3 log 2x plus 1 by 3 into 2x plus 1, 2x plus 1 e raised to 3 log 2x. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. y നമുക്ക് തന്നിട്ടുണ്ട് dy by dx കണ്ടുപിടിക്കണം. ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y is equal to e raised to 3 log 2x plus 1 ആണ്. ഡയറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy by dx സമത്തിലേക്ക് നമുക്ക് dy by dx is equal to e raised to x ന്റെ ഡിഫറൻസിയേഷൻ d by dx of e raised to x എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to x തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? e raised to 3 log 2x plus 1 into ഇനി 3 log 2x plus 1 ന്റെ ഇത് എഴുതണം 3 into 1 by log x ന്റെ ഡിഫറൻസിയേഷൻ എന്താണ്? d by dx of log x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by x ആണ്. അപ്പോൾ 3 into 1 by 2x plus 1 into തീർന്നില്ല into 2. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 6 into e raised to 3 log 2x plus 1 divided by 2x. ഇതിന്റെ ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയേ. 6 into e raised to 3 log 2x plus 1 by 2x plus 1. Option B is the correct answer. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം.
If limit x tends to minus 2, 3x squared plus ax minus 2 divided by x square minus x minus 6 is a finite number. Is a finite number. Then the value of a is equal to a 2 b 3 c 4 d 5 e 6. What a question if limit x tends to minus 2, 3x square plus ax, 3x square plus ax minus 2 divided by x square minus x minus 6 is a finite number. ഒരു finite number ആണെങ്കിൽ value of a യുടെ value നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ x ന് 2 കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് x tends to minus 2 അല്ലേ, x raised to minus 2 ല് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വാല്യൂ കൊടുക്കുമ്പോൾ ഇവിടെ minus 2 കൊടുക്കുമ്പോൾ എത്ര വരും? 3 2 4 പ്ലസ് ഇവിടെ minus 2a minus 2a minus 2 x ന് നമ്മൾ ഇവിടെ നമ്മൾ minus 2 കൊടുക്കുമ്പോൾ minus 2 വരും. 4 minus 2a ഇവിടെ നമ്മൾ x ന് നമ്മൾ 2 കൊടുക്കുമ്പോൾ 2 4 4 12 12 പ്ലസ് minus 2a minus 2 ന്യൂമറേറ്ററിൽ കിട്ടും. ഡിനോമിനേറ്ററിൽ എന്താ കിട്ടുന്നത്? 4 മൈനസ് x ന് നമ്മൾ 2 കൊടുക്കുമ്പോൾ minus of minus plus 2 of minus 6. അപ്പോൾ നമുക്ക് ലിമിറ്റ് x tends to minus 2 10 minus 2a divided by 0. അപ്പോൾ ഡിനോമിനേറ്റർ 0. അപ്പോൾ നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് 0/0 ഫോമിൽ വരണം. എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ 0/0 ഫോമിൽ വരണം. അപ്പോൾ ഇത് ഇൻഫിനിറ്റ് ആണ്, ഫൈനൈറ്റ് ആണെങ്കിൽ 0/0 ഫോമിൽ വരണമെങ്കിൽ ഈ ന്യൂമറേറ്റർ എന്ത് വരണം? ന്യൂമറേറ്റർ 0 വരണം. Therefore 10 minus 2a നമുക്ക് 0 വരണം. 10 minus 2a 0 ആണെങ്കിൽ 10 is equal to എന്താണ്? 2a വരും. Therefore a യുടെ വാല്യൂ എന്താണ്? 10/2, that is equal to 5. So the value of a is equal to 5. Option B is the correct answer. Option B is the correct answer. ഇവിടെ നമ്മൾ ആദ്യം ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ 0 വരും. ഡിനോമിനേറ്റർ 0 വന്നു കഴിഞ്ഞാൽ ഇത് ഇൻഫിനിറ്റ് ആണ്, ഇത് ഫൈനൈറ്റ് ആണെന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് നമ്പർ. അപ്പോൾ 0/0 ഫോമിൽ വരണമെങ്കിൽ ന്യൂമറേറ്റർ എന്ത് വരണം? ന്യൂമറേറ്റർ 0 വരണം. എന്ന് പറഞ്ഞാൽ 10 minus 2a എന്നുള്ളത് 0 വരണം. 10 minus 2a 0 ആണെങ്കിൽ 10 is equal to 2a ആയിരിക്കും. അപ്പോൾ a is equal to 10/2, therefore 5. Therefore option D is the correct answer. നോട്ട് ചെയ്തിട്ട്